ഇന്ന് എനിക്ക് കിട്ടിയ രാവിലത്തെ ഓട്ടം, ഇന്നത്തെ കൈനീട്ട ഓട്ടം അഗസ്തിക്കോട് മഹാദേവ ക്ഷേത്രത്തിലാണ്. ശിവരാത്രിക്ക് ഉത്സവം നടക്കുന്ന അമ്പലമാണത്. 150 രൂപയുടെ ഏകദേശം വെയിറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ 150 രൂപ മേടിക്കാം. ഇവിടെ നിന്നാണ് ആൾ കയറുന്നത്. ഓക്കെ, നമ്മൾ ഈ റോഡെല്ലാം ഗ്രാമപ്രദേശങ്ങളിലെ റോഡാണ്, മെയിൻ റോഡല്ല. വെൺമണിയോട് ഭാഗമെന്ന് പറയും. അഞ്ചൽ പഞ്ചായത്തെ നേരത്തെ 17-ാം വാർഡായിരുന്നു, ഇപ്പോൾ അത് 19 ആക്കി. ഇനി കാണുന്ന റോഡെന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട്, അതായത് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കാരണം ഇനി ഇങ്ങനൊരു റോഡ് ഇവിടെ വരുമെന്നൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. കാരണം ഒരു ക്രോസിന് വയൽ നികത്തി ഒരു റോഡ് ഒപ്പിച്ചതൊരു വലിയ കാര്യമാണ്. ഒരുപാട് വീട്ടുകാർക്കും നമ്മളെപ്പോലുള്ള വണ്ടിക്കാർക്കും എല്ലാം പെട്ടെന്ന് പനയഞ്ചേരിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു റോഡാണത്. ഇവിടെ മറ്റേ റോഡുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് നല്ല താഴോട്ട് നല്ല കുഴിയാണ്, താഴെ വയലാണ്, കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോയി ഇവിടെ എല്ലാം മണ്ണിട്ട് നികത്തി, ഇവിടെ എല്ലാം പിന്നെ കോൺക്രീറ്റ് ചെയ്ത്, ഈ കാണുന്ന ഒരു വരമ്പായിരുന്നു, ഈ വരമ്പെല്ലാം ഈ വീതിക്കുള്ള റോഡാക്കി മാറ്റിയെടുത്ത്. ഈ വണ്ടിയുടെ ക്യാമറ കാണുന്നതുകൊണ്ട് വീതി കുറവായിട്ട് തോന്നി, എല്ലാ റോഡും അങ്ങനെ തന്നെയാണ്, പക്ഷേ നല്ല വീതിയാണ്. ഈ വെള്ളം ഒലിച്ചിടക്കുന്നുണ്ടോ, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ്. ഒരു 2-3 മാസമായി കാണും അത് പൊട്ടിക്കിടന്നിട്ട്. അത് വിടാം. ഓക്കെ, നേരെ പനയഞ്ചേരി. ഇവിടെ നേരെ പോയി ഇറങ്ങുന്നത് പനയഞ്ചേരിയാണ്. പനയഞ്ചേരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ വലത് സൈഡിലായിട്ട് ശിശുവാറുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്. റോഡ് ഇവിടെ കുറച്ച് മോശമാണ്. ഹോമിയോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. നേരെ ചെന്നിറങ്ങുന്നത് മെയിൻ റോഡാണ്. ലെഫ്റ്റ് 5, റൈറ്റ് ഏറന്തടിക്കാട് വാളകം ആ റോഡ്. വലത് സൈഡിലെ അമ്പലം കേട്ടോ, ഇത് അമ്പലത്തിൻ്റെയാണ് ഈ കാണുന്നത്. 29-ാം തീയതി അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാണ്. നേരെ ചെന്ന് കയറുന്നതിന് ബൈപ്പാസിലേക്കാണ്. ബൈപ്പാസ് ഇപ്പം അഞ്ചലുകാർക്കെല്ലാം ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം കൂടുതൽ ടൈമും ബൈപ്പാസിലാണ്. ഹോട്ടലുകളും കടകളും ബൈപ്പാസ് എത്തി. ഈ ലെഫ്റ്റ് നേരെ നമുക്ക് പുനലൂരേക്ക് പോകും. ചെന്ന് കയറിയിട്ട് ലെഫ്റ്റ് പുനലൂർ, ഞാൻ ചെന്ന് സിഗ്നൽ കണ്ടില്ലേ, അവിടുന്ന് വലത്തോട്ട് ആയൂർ റോഡ്, നേരെ ആയൂർ ട്രിവാൻഡ്രം അങ്ങനെ പോകും. ബൈപ്പാസിൽ ഒരുപാട് കടകൾ, കൂടുതലും ഹോട്ടലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കുറച്ച് രാവിലെ, നേരെ സെൻറ്റ് ജോർജ് സ്കൂളാണ് ഇപ്പം കണ്ടത്. കുറച്ച് നേരത്തെയായിപ്പോയി ഓട്ടം, അതുകൊണ്ട് വലിയ തെളിഞ്ഞ് വന്നിട്ടില്ല, അതൊരു ചെറിയൊരു മങ്ങലുണ്ട്. നേരെ പുനലൂർ, ഈ വലത്തോട്ട് അഗസ്തിക്കോട് അമ്പലത്തിൽ പോകുന്ന വഴി. അഗസ്തിക്കോട് അമ്പലം എത്താറായി. വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്ക്, ഒരുപാട് ലോങ് ആയിപ്പോവും, അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും കാണാൻ. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ വലത് സൈഡിലൊരു ഓഡിറ്റോറിയം കൺവെൻഷൻ സെൻ്ററൊക്കെ ഉണ്ട്. അമ്പലമെത്തി. ഇനിയിപ്പം വെയിറ്റിംഗ് കൂടാണ്, തിരിച്ചും കൂടെ കൊണ്ടുപോകണം ആളെ. അമ്പലമാണ്, 2 കൊടിമരമുള്ളൊരു അമ്പലം ഇത്. ഏകദേശം 1-2 വർഷം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കൊടിമരം ഈ 2 സ്ഥാപിച്ചിട്ട്. കണ്ടോ, വലിയൊരു പ്രതിമയല്ല സോറി, ഒരു ശിവൻ്റെ ആണ്. അത് സിറ്റി ബേക്കറിയിലെ അജിത്തണ്ണൻ സ്പോൺസർ ചെയ്തതായിരുന്നു നേരത്തെ ഓഡിറ്റോറിയം. ഇതാണ് ക്ഷേത്രം. ഓക്കെ, താങ്ക് യു.